വാർത്തയിലേക്ക് എം.കെ. രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കളക്ടർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. ഒളിക്യാമറ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ ശാസ്ത്രീയ പരിശോധന നടത്തും. പി.വി. കുട്ടൻ ചേരുന്നു വിശദാംശങ്ങളുമായി. കുട്ടൻ, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്? ആനന്ദ്, എം.കെ. രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്ത വന്ന പശ്ചാത്തലത്തിൽ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിക്കാണുന്നത്. കർശനമായ നടപടി, കുറ്റം തെളിഞ്ഞാൽ, ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ കളക്ടറോട് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുന്നതിന് വേണ്ടിയുള്ള വിദഗ്ധ പരിശോധന കൂടി നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, വ്യക്തമാണ്. പി.വി. കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. 303 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. വയനാട്ടിലും ആറ്റിങ്ങലിലും 23 പത്രികകൾ സമർപ്പിച്ചു. കുറവ് ഇടുക്കിയിലാണ് 9 എണ്ണം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 8 ആണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി ആകെ 303 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. അവസാന ദിനം മാത്രം സമർപ്പിച്ചത് 149 പത്രികകൾ. 303 പത്രികകളിൽ കാസർഗോഡ് 11, കണ്ണൂർ 17, വടകര 15, കോഴിക്കോട് 19, മലപ്പുറം 14, പൊന്നാനി 18, പാലക്കാട് 13, ആലത്തൂർ 10, തൃശൂർ 13, ചാലക്കുടി 16, എറണാകുളം 18, കോട്ടയം 15, ആലപ്പുഴ 14, മാവേലിക്കര 12, പത്തനംതിട്ട 11, കൊല്ലം 12, തിരുവനന്തപുരം 20 എന്നീ നിലയിലാണ് പത്രികകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് വയനാട്, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ്, 23 വീതം. ഏറ്റവും കുറവ് ലഭിച്ചത് ഇടുക്കിയിൽ 9 പത്രികകളാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. പത്തനംതിട്ടയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ. സുരേന്ദ്രനും ആറ്റിങ്ങലിലെ ശോഭാ സുരേന്ദ്രനും പത്രികകൾ പുതുക്കി നൽകി. കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായെന്ന സത്യവാങ്മൂലത്തോടെയാണ് പുതുക്കിയ പത്രിക. കഴിഞ്ഞ മാസം 28-നാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത്. ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 8 ആണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിക്ക് സീറ്റ് വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് ഇപ്പോൾ സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സന്തോഷ്, മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കാനാണോ ഈ സീറ്റ് വാഗ്ദാനം ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നു? ആനന്ദ്, മുരളി മനോഹർ ജോഷി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വാരണാസി സീറ്റ് 2014 നരേന്ദ്രമോദി എടുക്കുകയും പിന്നീട് മറ്റൊരു സീറ്റ് നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലാകട്ടെ മുരളി മനോഹർ ജോഷിക്ക് സീറ്റ് നിഷേധിച്ചു. ഇതിനെതിരെ മുരളി മനോഹർ ജോഷി പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അസംതൃപ്തനായ മുരളി മനോഹർ ജോഷിയെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. അദ്ദേഹം അതിനോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചോ എന്നത് സംബന്ധിച്ച് വൃത്തങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലമായ വാരണാസിയിൽ സീറ്റാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുരളി മനോഹർ ജോഷിയെ അവിടെ നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുരളി മനോഹർ ജോഷി ഇതിനക്കാര്യത്തോടെ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പോക്കിൽ അസംതൃപ്തനാണ്. അദ്ദേഹം ബി.ജെ.പിയുടെ 3ാമത്തെ ദേശീയ അധ്യക്ഷനാണ്. പക്ഷേ ഈ മോദിയും അമിത്ഷയും വന്നതിന് ശേഷം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. സർക്കാർ സ്ഥാനങ്ങളും നൽകിയിട്ടില്ല, പാർട്ടി സ്ഥാനങ്ങളും നൽകിയിട്ടില്ല. ഇപ്പോൾ എൽ.കെ. അദ്വാനിയുമാകട്ടെ 5 വർഷത്തിന് ശേഷം ഇന്നലെ എഴുതിയ ബ്ലോഗിൽ നരേന്ദ്രമോദിയെയും അമിത്ഷയുടെ ഇപ്പോഴത്തെ പോക്കിനെയും ഒക്കെ പരോക്ഷമായി കടുത്ത രീതിയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അസംതൃപ്തരായ ഈ മുതിർന്ന നേതാക്കളെ കയ്യിലെടുക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പക്ഷെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും ഇപ്പോൾ ബി.ജെ.പി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ മുരളി മനോഹർ ജോഷി ഒരു പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ വാരണാസിയിൽ മത്സരിച്ചാൽ അത് ബി.ജെ.പിക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി നൽകും. സന്തോഷ്, വളരെ നിർണായകമാണ് ഇതിപ്പോൾ ഈ വാഗ്ദാനം മുരളി മനോഹർ ജോഷി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. കാരണം സന്തോഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ എൽ.കെ. അദ്വാനി ഇതുവരെയും അദ്ദേഹം തുടർന്ന നിശബ്ദതയെ ലംഘിച്ചു. യശ്വന്ത് സിൻഹ, അരുൺ ഷൂരി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നമ്മുടെ മുന്നിൽ അനുഭവങ്ങളായുണ്ട്. ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഈ ഒരു ഏകാധിപത്യ മനോഭാവത്തിനെതിരെ, മോദിയുടെ നയത്തിനെതിരെ, നിലപാടിനെതിരെ ഒരു ശക്തമായ കേന്ദ്രീകരണം ഉണ്ടാകുന്നു എന്നത് വളരെ തെളിഞ്ഞ ചിത്രമല്ലേ സന്തോഷ്?
ആനന്ദ്, ഈ 2014 വിജയിച്ചു വന്നതിനു ശേഷം നരേന്ദ്രമോദി പൂർണ്ണമായും പാർട്ടിയെ കൈപ്പിടിയിലാക്കി. ഇപ്പോൾ ഈ അമിത്ഷയെ ദേശീയ അധ്യക്ഷനാക്കി. അദ്ദേഹത്തിന്റെ പാർട്ടി ചട്ടമനുസരിച്ച് അദ്ദേഹത്തിന്റെ 2 ഘട്ടമായിട്ടുള്ള BJP അധ്യക്ഷ സ്ഥാനത്തുള്ള കാലാവധിയും കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ അധ്യക്ഷന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടത്താതെ നീട്ടിവെക്കുകയാണ് BJP ചെയ്തത്. അങ്ങനെ സംഘടനാ തലത്തിൽ പൂർണ്ണമായും മോദിയുടെയും അമിത്ഷയുടെയും കയ്യിലാണ് ഇപ്പോൾ BJP. ആ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ പാർട്ടി സ്ഥാപകരെയോ തന്നെ പൂർണ്ണമായും ഇരുവരും തള്ളിക്കളയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകളിൽ തന്നെ ഗാന്ധിനഗർ അദ്വാനിക്ക് നൽകിയില്ല, മുരളി മനോഹർ ജോഷിക്ക് വാരണാസി നൽകിയില്ല. ഇരുവർക്കും ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ വെറും സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ചപ്പോഴാണ് ഇരുവരും അറിയുന്നത് തങ്ങൾ സീറ്റുകളിലില്ല എന്ന്. ഈ രാമജന്മഭൂമി പ്രക്ഷോഭം നയിച്ച മറ്റു നേതാക്കൾ മുഴുവനെയും ഒഴിവാക്കിയിട്ടുണ്ട്. മഹാഭാരതിയൊക്കെ ഇപ്രാവശ്യം സീറ്റേ നൽകിയിട്ടില്ല. അങ്ങനെ പൂർണ്ണമായും ഇവരുടെ കൈപ്പിടിയിലേക്ക്, മോദിയുടെ കൈപ്പിടിയിലേക്ക് പാർട്ടി, അതിനുള്ള എതിർപ്പ് പ്രതിഷേധം ഉയരുന്നുണ്ട്. ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പാർട്ടി പോകുന്നതിനുള്ള എതിർപ്പ് നേതാക്കൾക്കിടയിൽ വരുന്നുണ്ട്. അതാണ് ഇന്നലെ അദ്വാനിയുടെ ബ്ലോഗിലൂടെ വന്നത്. മുരളി മനോഹർ ജോഷിയെ പോലുള്ളവരാകട്ടെ തങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള എതിർപ്പ് വ്യക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോവുക. RSSന്റെ മോഹൻ ഭഗത് അടക്കമുള്ളവർക്ക് ഈ മുതിർന്ന നേതാക്കളോട് പാർട്ടി കാണിക്കുന്ന നിലപാടിനോട് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ പ്രചാരണ രംഗത്ത് RSS നേതൃത്വം സജീവമല്ല എന്നൊരു പരാതിയുമുണ്ട്. അങ്ങനെ BJP വലിയ തരത്തിലുള്ള കലഹങ്ങൾക്കാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ നിർണായകമായ കാലഘട്ടത്തിൽ കാര്യങ്ങൾ പോകുന്നത്. സന്തോഷിന്റെ സൂചന വളരെ കൃത്യമാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് LK അദ്വാനി RSSന്റെ നേതൃത്വം ചർച്ചകൾക്കും അനുനയ നീക്കത്തിനുമായി ക്ഷണിക്കുന്നുവെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം LK അദ്വാനി RSSനെ സംബന്ധിച്ചൊരു ചില്ലറക്കാരനല്ല. ഇടഞ്ഞു മുന്നോട്ട് പോകാനാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതം RSSനും സ്വാഭാവികമായും രാജ്യത്തെ BJPക്കും അത് ഉണ്ടാക്കും. ഏത് നിലയിലായിരിക്കും ഇത്തരം ഒത്തുതീർപ്പ് അനുനയ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സന്നിഗ്ധ ഘട്ടത്തിൽ നടക്കുക? ആരായിരിക്കും LK അദ്വാനിയുമായി സംസാരിക്കാൻ ഈ ഘട്ടത്തിൽ കഴിവുള്ള ആ വ്യക്തി ആരായിരിക്കും? ആനന്ദ്, അത് നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഇരുവരുടെയും സ്ഥാനാർത്ഥിത്വം BJP നിഷേധിച്ചപ്പോൾ അമിത്ഷയോ മോദിയോ ഇക്കാര്യം നേരിട്ട് സംസാരിച്ചില്ല. അപ്പോൾ തന്നെ പിന്നീട് ദൂതർ മുഖേന സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ മുരളി മനോഹർ ജോഷി LK അദ്വാനിയും പ്രതികരിച്ചത് ഉത്തരവാദിത്തപ്പെട്ടവർ വരട്ടെ എന്ന് തന്നെയാണ്. അതായത് അദ്വാനിയോ അമിത്ഷയോ വന്ന് സംസാരിക്കട്ടെ എന്ന് തന്നെയാണ് ഇവരുടെ നിലപാട്. ഇപ്പോഴും മറ്റേതെങ്കിലും തരത്തിലുള്ള ജനറൽ സെക്രട്ടറിമാരെയോ അല്ലെങ്കിൽ രണ്ടാം നിര നേതാക്കളെയോ അയച്ചാലൊന്നും ഇരുവരും അനുനയിപ്പെടാൻ പോകുന്നില്ല. RSSന്റെ തല മോഹൻ ഭഗത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മധ്യസ്ഥ ചർച്ച നടത്തണം എന്നൊരാഗ്രഹം പോലും ഇവരുടെ അടുത്ത വൃത്തങ്ങളുണ്ട്. BJPക്കും RSSനും ആകട്ടെ ഈ രണ്ടുപേരെയും പിന്തള്ളിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോവുക എളുപ്പമല്ല. കാരണം അടൽ ബിഹാരി വാജ്പേയി, മുരളി മനോഹർ ജോഷി, LK അദ്വാനി തുടങ്ങിയവർ ഇപ്പോഴും പാർട്ടി പ്രവർത്തകർക്കിടയിൽ പാർട്ടി പ്രവർത്തകർക്ക് ഒരു വികാരമാണ്. 3 പേർക്കും പാർട്ടിയെ ഉണർത്താൻ കഴിയും. പഴയകാല പാർട്ടി പ്രവർത്തകരെ സജീവമാക്കാൻ അവർക്ക് കഴിയും. മറ്റു NDA ഘടകകക്ഷികളിൽ വലിയ സ്വാധീനം അവർക്കുണ്ട്, RSSനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുതിർന്ന നേതാക്കളെ അത്ര വേഗം ഒഴിവാക്കാൻ മോദിക്കോ അമിത്ഷയ്ക്കോ കഴിയുകയില്ല. അത് വളരെ നിർണായകമല്ലേ? LK അദ്വാനി അടക്കമുള്ളവർക്ക് RSSനുള്ളിൽ ഉള്ള പ്രാധാന്യവും അതിന്റെ പങ്കും വളരെ വലുതല്ലേ ഇപ്പോഴും സർലിംഗ്? തീർച്ചയായും ആനന്ദ്, അത് തന്നെയാണ് മോദി ഭയപ്പെടുന്നതും. കാരണം മോദിയെ പോലുള്ള തലമുറയെ പോലും വളർത്തിക്കൊണ്ടുവന്നത് LK അദ്വാനിയാണ്. പാർട്ടിയുടെ ഇപ്പോഴത്തെ എല്ലാ മുതിർന്ന നേതാക്കളും അദ്വാനി വിഭാഗവുമായി വളർന്നു വന്നവരാണ്. അദ്ദേഹത്തിന്റെ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ആശ്രിത വത്സരായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്വാനിയെ തള്ളാൻ എളുപ്പമല്ല. പിന്നെ RSSന്റെ സംഘടനാ സംവിധാനത്തിൽ അദ്വാനിയോളം ശക്തനായ മറ്റൊരു BJP നേതാവുമില്ല. മോഹൻ ഭഗവതൊക്കെ പോലും അദ്വാനിയോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലും LK അദ്വാനിയോട് ഇപ്പോൾ മോദി കാണിക്കുന്ന ഇതിനോട് അത്ര താല്പര്യമില്ല, നിലപാടുണ്ട്. മോദിയുടെ അപ്രമാദിത്വമുണ്ട് എന്ന് പാർട്ടി RSS കരുതുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കേഡർ പാർട്ടിയിലേക്ക് ഏകാധിപത്യ പ്രവണത കൊണ്ടുവരുന്നത് ഈ മുതിർന്ന നേതാക്കൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഈ RSS ഈ മുതിർന്ന നേതാക്കളുടെ പശ്ചാത്തലത്തിൽ പിണങ്ങിയാൽ അത് BJPയുടെ വലിയ പരാജയത്തിന് കാരണമാകും. കാരണം ഇവരെ പിണക്കിക്കൊണ്ട് മോദിക്കും അമിത്ഷയ്ക്കും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ എളുപ്പമല്ല ആണ്. ശരി സന്തോഷ് സർലിംഗ്, ഏതായാലും വളരെ നിർണായകമായ ഒരു വാർത്തയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും BJPയുടെ മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിക്ക് വാരണാസിയിൽ മോദിക്കെതിരെ കോൺഗ്രസ് സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഏതായാലും LK അദ്വാനിയെ RSS നേതൃത്വം ചർച്ചയ്ക്ക് വിളിച്ചതടക്കമുള്ള വാർത്തകളും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നു. ഒരു ചെറിയ ഇടവേള.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുങ്ങാൻ നിൽക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ വിജയത്തിനായി സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചവറ ഇടപ്പള്ളിക്കോട്ടയിലും അഞ്ചാലുമൂട്ടിലും കണ്ണനല്ലൂരിലും രാഷ്ട്രീയ ഭേദമന്യേ ഒത്തുകൂടിയ ജനങ്ങൾക്ക് മുമ്പാകെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന സംശുദ്ധവും സത്യസന്ധവുമായ പൊതുപ്രവർത്തനങ്ങളെ പ്രതിപാദിച്ചത്. 3 വർഷം മുമ്പ് TV തുറന്നുവെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാരിനായതും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വർഗീയത പരത്തുന്ന BJP രാഷ്ട്രീയവും പിണറായി വിജയൻ അക്കമിട്ട് നിരത്തി. കാലുമാറ്റ രാഷ്ട്രീയക്കാരെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന പ്രതിനിധി ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ മുങ്ങിക്കളിയരുത്. മുങ്ങുമെന്ന് വാക്ക് കൊടുത്തവരുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിലയുണ്ടാകരുത്. രാജ്യം മുഴുക്കെ BJPക്കെതിരെ നരേന്ദ്രമോദി നടത്തുന്ന നയങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദി എന്നും BJP എന്നും ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ തയ്യാറാകാത്ത സ്ഥാനാർത്ഥിയും നിങ്ങളോട് വോട്ട് ചോദിക്കാമെന്ന് നിങ്ങൾ കണക്കായിക്കോട്ടെ. ആയിരക്കണക്കിന് പേരാണ് ചവറ ഇടപ്പള്ളിക്കോട്ടയിലും അഞ്ചാലുമൂടും കണ്ണനല്ലൂരിലും രാഷ്ട്രീയ ഭേദമന്യേ തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കണമെങ്കിൽ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് കോടിയേരി. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ മല്ലപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മണ്ഡലത്തിൽ എത്തിച്ചേർന്നത്. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ മല്ലപ്പള്ളി ടൗണിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ എത്തിയതോടെ ആവേശം വാനോളമായി. രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. നമ്മുടെ രാജ്യം ഇത് ചെന്നെത്തിയിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്. ഇവരിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ചാൽ മാത്രമേ ഇവിടെ ജനാധിപത്യം നിലനിൽക്കാൻ പോകുന്നുള്ളൂ. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ BJP അധികാരത്തിൽ പോകണം. അത് സാധിക്കണമെങ്കിൽ ഈ ഗവൺമെന്റ് പുറത്താക്കി കേന്ദ്രത്തിൽ ഒരു ശക്തമായ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരണം. അത് സാധിക്കണമെങ്കിൽ അടുത്ത ലോകസഭയിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിക്കണം. കോൺഗ്രസിന് ഈ BJP ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിന് സാധിക്കുകയില്ല. മണ്ഡലത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനവും കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ MLA മാത്യു T. തോമസ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനന്തഗോപൻ, ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, CPI ജില്ലാ സെക്രട്ടറി AP ജയൻ, അഡ്വക്കേറ്റ് R. സനൽകുമാർ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കോടിയേരി ഇന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തും. സിറ്റിംഗ് MP കൂടിയായ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് വേണ്ടി 2 ഇടങ്ങളിൽ കോടിയേരി വോട്ട് അഭ്യർത്ഥിക്കും. വൈകിട്ട് 3 മണിക്ക് മുരിക്കാശ്ശേരിയിലും തുടർന്ന് രാജാക്കാടും നടക്കുന്ന പരിപാടികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പൊതുപര്യടനം തുടരുന്നു. പേരാമ്പ്ര മണ്ഡലത്തിൽ ആവേശകരമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ പൊതുപര്യടനത്തിനൊപ്പം കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. പേരാമ്പ്രയിലെ ഒരു ഗ്രാമത്തിൽ P. ജയരാജനെ വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. 100 കണക്കിന് പ്രവർത്തകരാണ് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അതിൽ യുവാക്കളുടെ സാന്നിധ്യം കാണാം. യുവതികളുണ്ട്, പ്രായമായവരുണ്ട്, കൊച്ചു കുട്ടികൾ വരെ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ മലയോര മേഖലയിൽ നിന്നായിരുന്നു P. ജയരാജന്റെ പര്യടനം ആരംഭിച്ചത്. ഓരോ കേന്ദ്രത്തിലും 100 കണക്കിന് പേർ പ്രിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കാനെത്തി. കൊടും ചൂടിനെ പോലും വകവെക്കാതെയായിരുന്നു വോട്ടർമാർ P. ജയരാജനെ സ്വീകരിക്കാനെത്തിയത്. പ്രായമായവരും കുട്ടികളും യുവാക്കളുമെല്ലാം സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. വടകര തിരിച്ചുപിടിക്കുമെന്ന് P. ജയരാജൻ പറഞ്ഞു. വടകര ഇത്തവണ തിരിച്ചുപിടിക്കും. അത് ഇത്രയും ദിവസങ്ങളിലെ പ്രവർത്തനാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ പറ്റും, വടകര ഇപ്പോൾ ഈ തവണ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും നല്ല ഭൂരിപക്ഷത്തോടെ. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പൊതുപര്യടനത്തിനൊപ്പം കുടുംബയോഗങ്ങളിലും പങ്കെടുത്താണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. NDA സ്ഥാനാർത്ഥി VK സജീവനും പൊതുപര്യടനം ആരംഭിച്ചു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ, കോഴിക്കോട്. ഒരിടവേള. ഇന്നസെന്റിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് കുട്ടികളുടെ കലാസംഘം പെരുമ്പാവൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ് തെരുവ് നാടകവും പാട്ടുകളുമായി ബാലസംഘം കൂട്ടുകാർ എത്തിയത്. രാജ്യത്തെ സമാധാനം നശിപ്പിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് എതിരായ പ്രചരണം കാണാൻ നാട്ടുകാരും ഒത്തുകൂടി. വെമുല മുതൽ ജമ്മു കാശ്മീരിലെ ആസിഫ് വരെ കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യത്തെ ബാല്യങ്ങളുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തിയ സംഘപരിവാർ രാഷ്ട്രീയത്തെ കുട്ടികൾ വരച്ചുകാട്ടി. ആ കള്ളമാപ്പിളയുടെ കഥ ഇന്ന് തീരണം. ഇന്ത്യ ഹിന്ദുവിന്റെ ഭാരത് മാതാ കീ ജയ്. പശുവർച്ചയല്ലേ ഞങ്ങളുടെ ഗോമാതാവിനെ കൊന്ന അവിശ്വാസി വേനൽ തുമ്പി കലാജാഥകളുമായി എല്ലാ അവധിക്കാലത്തും ബാലസംഘം എത്താറുണ്ട്. എന്നാൽ ഇടമഴ പെയ്തു തണുത്ത പെരുമ്പാവൂരിൽ ഇക്കുറി വേനൽ തുമ്പികൾ എത്തിയത് ഇന്നസെന്റിന് വേണ്ടിയായിരുന്നു. രാജ്യത്തെ 5 വർഷം കൊണ്ട് തകർത്തെറിഞ്ഞ മോദി സർക്കാരിന്റെ നോട്ട് നിരോധനവും കർഷക ആത്മഹത്യയും സ്ത്രീ പീഡനങ്ങളും എല്ലാം കുട്ടികൾ കഥകളായും കവിതകളായും നാടകങ്ങളായും അവതരിപ്പിച്ചു. രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക കൈകളിലേന്തി പിൻപേ വരുന്നവർക്കു വേണ്ടി അലകടലിൻ ഉച്ചത്തിൽ ആർത്തു വിളിച്ചവൻ അഭിമന്യു. കുട്ടികളുടെ പരിപാടിക്ക് വലിയ ജനപിന്തുണയാണ് പെരുമ്പാവൂരിൽ ലഭിച്ചത്. ബസ്സിൽ കടന്നുപോകുന്ന യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരും വാഹനം നിർത്തി പരിപാടികൾ ആസ്വദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ. കോട്ടയം നിയോജക മണ്ഡലത്തിലെ പനച്ചിക്കാട്, വിജയപുരം, കോട്ടയം നഗരസഭ എന്നിവിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പനച്ചിക്കാട് പഞ്ചായത്തിലെ ചാന്നാനിക്കാട് നിന്നായിരുന്നു പര്യടന തുടക്കം. വാദ്യമേളങ്ങളും കരിമരുന്ന് പ്രയോഗവും ഒരുക്കി നാട്ടുകാർ സ്വീകരണം ഉത്സവമാക്കി. കോട്ടയം MLA ആയിരുന്നപ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ VN വാസവന്റെ ജനകീയതയ്ക്കുള്ള അംഗീകാരമായിരുന്നു ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും ലഭിച്ചത്. സ്ത്രീകളും കുട്ടികളും തൊഴിലാളികളുമെല്ലാം രക്തഹാരമണിയിച്ചും കാർഷികോൽപ്പന്നങ്ങൾ കൈമാറിയും പരിചയം പുതുക്കിയും സ്ഥാനാർത്ഥിയെ വരവേറ്റു. ചരിത്ര വിജയത്തിലേക്ക് ഉറച്ച പിന്തുണയുമായി ഒപ്പമുണ്ടെന്ന വിളംബരമായി മാറി VN വാസവന്റെ മണ്ഡല പര്യടനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുതലമുറയുടെ വോട്ട് തേടിയാണ് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനുവിന്റെ പ്രചരണം മുന്നേറുമ്പോൾ പുതിയ വോട്ടർമാരുടെയും മാറ്റം ആഗ്രഹിക്കുന്നവരുടെയും പ്രതീക്ഷയാകുന്നുണ്ട് സാനു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ സാനു വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് കന്നി വോട്ടർമാർക്ക്. രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു തുടങ്ങിയ തലമുറ മലപ്പുറത്തും മാറ്റം ആഗ്രഹിച്ചു തുടങ്ങി. അധികാരം ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നവർക്കിടയിൽ നിന്നും ഞങ്ങളിടയിൽ നിന്നൊക്കെ ഒരു ഉയർന്നു വന്ന ആളാണ് സാനുക്ക. അപ്പോൾ ഒരു മതനിരപേക്ഷതയുള്ള ഒരു സർക്കാരാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഒരു യുവജന പ്രതിഭ എന്ന നിലയിൽ സാനുക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വന്ന ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കിടയിൽ നിന്ന് വന്ന് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയായിരിക്കും പ്രാവശ്യം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഉറപ്പായി സാനുക്കാക്കന്നെ വോട്ട് ചെയ്യും. യുവതലമുറ ആവേശത്തോടെ സാനുവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. 3 തവണ മണ്ഡല പര്യടനം പൂർത്തീകരിച്ച് പ്രചരണത്തിൽ സാനു ഏറെ മുന്നോട്ടുപോയി. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി വയനാട്ടിലായിരുന്നതിനാൽ ഇന്നും പ്രചരണത്തിനില്ല. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കണ്ണൂരിൽ മുസ്ലിം പള്ളികളിൽ CPIM ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയവർ കുടുങ്ങും. വ്യാജ വാർത്തയുടെ ഉറവിടം കണ്ടെത്തണമെന്നും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് പരാതി നൽകിയത്. തിരഞ്ഞെടുപ്പ് കാലമായതോടെ മതസ്പർദ്ധ വളർത്തുക ലക്ഷ്യം വെച്ച് വ്യാപകമായ നുണപ്രചരണമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുന്നത്. CPIMനെതിരെയും LDF നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും എതിരെയുമാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം. കണ്ണൂർ ജില്ലയിൽ മുസ്ലിം പള്ളികളിൽ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്നു, പള്ളിയിൽ ഖബറടക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകരാണ്.
CPIM നേതാക്കളെ കൊലയാളികൾ എന്ന് മുദ്രകുത്തിയുള്ളതാണ് മറ്റൊരു പ്രചരണം. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഇത്തരം പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ തെളിവായി നൽകിയാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പരാതി നൽകിയത്. ചില സ്ഥലപ്പേരുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തികച്ചും വ്യാജമായ പ്രചാരവേലയാണ് നടത്തുന്നത്. അത് നടത്തുന്നവരുടെ ലക്ഷ്യം നാട്ടിൽ സാമുദായികമായ സ്പർദ്ധ ഇളക്കി വിടാനാണ്, മതവൈര്യം സൃഷ്ടിക്കാനാണ്. വ്യാജ പ്രചാരവേലയും കള്ളവും പ്രചരിപ്പിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ UDF ആണ്. ഈ പ്രചാരവേല നടത്തുന്ന കേന്ദ്രം കണ്ടെത്തണം. UDF ആണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിന് പിന്നിലെന്ന് CPIM ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, DGP, ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവർക്കാണ് പരാതി നൽകിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമം, ജനപ്രാതിനിധ്യ നിയമം, IT ആക്ട് തുടങ്ങിയവ ഉപയോഗിച്ച് വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ കേസെടുക്കണം എന്നാണ് പരാതിയിലെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ജനാധിപത്യ സംസ്കാരം സംഘപരിവാറിന് തൊട്ടു തീണ്ടിയിട്ടില്ലെന്ന് MA ബേബി. എന്നാൽ അതിനെ നേരിടാൻ ചരിത്രപരമായ ബാധ്യതയുള്ള കോൺഗ്രസ് അത് ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വീര്യം കുറഞ്ഞ വർഗീയതയാണ് കോൺഗ്രസ് പ്രകടന പത്രികയെന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. പെരുമ്പാവൂരിൽ ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ജനാധിപത്യ സംസ്കാരം സംഘപരിവാറിന് തൊട്ടു തീണ്ടിയിട്ടില്ല. അതിനെ വിമർശിച്ച് തുറന്നുകാട്ടാൻ ചരിത്രപരമായി ചുമതലയുള്ള കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യങ്ങൾ മറന്നുകൊണ്ട് BJP ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ന്യൂനപക്ഷത്തിന്റെ കാര്യമൊന്നും അധികം പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ നിലപാടിൽ നിൽക്കുന്നു രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് എന്നതിന്റെ തെളിവാണ് ഇന്നലെ കോൺഗ്രസ് പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ വീര്യം കുറഞ്ഞ വർഗീയതയുടെ ഒരു പ്രകടന പത്രികയായി കൂടിയാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥിയും UDF കൺവീനറുമായ ബെന്നി ബെഹനാനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 3 മണിയോടെയാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെയോടെ അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി. ബെന്നി ബെഹനാൻ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കശുവണ്ടി ഫാക്ടറികൾ പൂട്ടിച്ചവരെ ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് കൊല്ലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ഇരവിപുരം മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചാത്തന്നൂരിലും BJP സ്ഥാനാർത്ഥി കുണ്ടറയിലും വോട്ട് അഭ്യർത്ഥിച്ചു. സ്ഥലം ബൈപ്പാസ് റോഡിന് ഇരുവശങ്ങളിലെ സർക്കാർ സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ. ഇടത് സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് തൊഴിലാളികളുടെ വക സ്വീകരണം. റോസാപ്പൂക്കളും മാലയും കൊണ്ട് സ്ഥാനാർത്ഥിക്ക് ആശംസകൾ. എല്ലാം സ്നേഹത്തോടെ സ്വീകരിച്ച ബാലഗോപാൽ തൊഴിലാളികളോട് ഇക്കാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി. ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമില്ലായിരുന്നെങ്കിൽ ഈ ഫാക്ടറി പ്രവർത്തിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. നിങ്ങളുടെ യൂണിയൻ എന്തായിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം നാട്ടിൽ തൊഴിൽ കിട്ടുക എന്നുള്ളതിന് ഒരു രാഷ്ട്രീയമുണ്ട്. വലതുപക്ഷ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചാത്തന്നൂരിലും BJP സ്ഥാനാർത്ഥി KB സാബു കുണ്ടറയിലും തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മോദി സർക്കാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായത്തിനെതിരെ CPIM അടക്കമുള്ള വിവിധ സംഘടനകൾ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. കേന്ദ്ര ഭരണകക്ഷിക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാർഗമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം എന്നാണ് CPIM അടക്കമുള്ള ഹർജിക്കാരുടെ വാദം. നിലവിലെ സംവിധാനം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഫണ്ട് സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തണം എന്നാണ് CPIMന്റെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡ് പ്രവർത്തിക്കുന്ന കെട്ടിടം ഒഴിയണമെന്ന ദില്ലി ഹൈക്കോടതി വിധി പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് ഹൌസ് പാട്ടത്തിനെടുത്ത അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡാണ് കെട്ടിടം ഒഴിയണമെന്ന ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത്. പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അസോസിയേറ്റഡ് ജേണലിനോട് കെട്ടിടം ഒഴിയാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോൺഗ്രസിനെതിരെയായിരുന്നു വിധി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ സഞ്ജയ് ഖന്ന, ദീപക് ഗുപ്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക.
നടിയെ ആക്രമിച്ച കേസ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ തുടങ്ങുന്നതിന് മുന്നോടിയായി ദിലീപ് ഉൾപ്പെടെ കേസിലെ മുഴുവൻ പ്രതികളോടും ഇന്ന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഴുവൻ പ്രതികളും ഹാജരായാൽ പ്രാരംഭവാദം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോടതി കടക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കേസ് CBI കോടതിയിലേക്ക് മാറ്റിയത്. വിചാരണയ്ക്കായി വനിതാ ജഡ്ജി വേണമെന്നുള്ള ആക്രമിക്കപ്പെട്ട നടിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി വിചാരണ കോടതിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. നെടുമ്പാശ്ശേരിയിൽ വൻ സ്വർണ്ണവേട്ട. 2.25 കിലോ സ്വർണവുമായി ദോഹയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിനിയെ ആണ് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടിയത്. പേസ്റ്റ് രൂപത്തിലാക്കി അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ ഡയപ്പറിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. പാട്ടും നൃത്തവുമായി ആഘോഷരാവൊരുക്കി കൈരളി TV കോട്ടയ്ക്കൽ ഫെസ്റ്റ്. ചലച്ചിത്ര പിന്നണി റിയാലിറ്റി ഷോ താരങ്ങൾ വേദിയിലെത്തിയതോടെ കോട്ടയ്ക്കൽ ആവേശക്കടലായി. ആവേശം നിറഞ്ഞ ചുവടുകളോടൊപ്പം ജനപ്രിയ ഗായകരുമെത്തിയതോടെ കോട്ടക്കൽ അക്ഷരാർത്ഥത്തിൽ ഇളകിമറിഞ്ഞു. കുട്ടിപ്പട്ടുറുമാൽ ഫെയും യുംന അജിൻ, പിന്നണി ഗായകരായ നജിം അർഷാദ്, ശ്രീനാഥ് ശിവശങ്കരൻ, ജിഷ നവീൻ തുടങ്ങിയവർ ഇശൽ മഴ പെയ്യിച്ച രാവിൽ റിമി ടോമി എത്തിയത് ആവേശം വാനോളമുയർത്തി. തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടി. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരുക്കി വന്ന പാട്ടല്ല, പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോ തോന്നി പാടാൻ. കോട്ടക്കൽ ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് കൈരളി TV ആഘോഷരാവൊരുക്കിയത്. ചടങ്ങിൽ PM വാര്യർ, UA നസീർ, NAMK ഫൗണ്ടേഷൻ ചെയർമാൻ NA മമ്മൂട്ടി തുടങ്ങിയവരെ ആദരിച്ചു. കൈരളി TV മാർക്കറ്റിംഗ് വിഭാഗം തലവന്മാരായ B പ്രതാപ് ചന്ദർ, AS ജയശങ്കർ, AJ പീറ്റർ, അജയൻ അമ്പലപ്പാട തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മധുരരാജ രാജയുടെ 2ാം വരവാണെന്ന് നടൻ മമ്മൂട്ടി. നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന സിനിമയാണ് മധുരരാജയെന്നും എല്ലാ തരക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും ഇതെന്നും മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു. മധുരരാജ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ദുബായ് ബുർജ് ഖലീഫയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. രാജയുടെ 2ാം വരവാണ് മധുരരാജയെന്ന് മമ്മൂട്ടി പറഞ്ഞു. എല്ലാത്തരം ആൾക്കാരെയും എല്ലാ പ്രായത്തിലുള്ളവരെയും ആകർഷിക്കുന്ന സിനിമയാകും ഇത്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സിനിമ കൂടിയാണ് മധുരരാജ എന്ന് മമ്മൂട്ടി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായ് ബുർജ് ഖലീഫയിലെ അർമാനി ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി. പറയാൻ പറ്റില്ല, രാജയുടെ 2ാം വരവാണ്. രാജ മാത്രമേ രാജയെ 2-3 കഥകളും ഓർക്കുന്നുണ്ടാവില്ല. പോക്കറ്റ് രാജ ആദ്യപ്പെട്ടു. അതിൽ മനോഹരൻ മംഗളോദയം, പിന്നെ അമ്മാവൻ ക്യാരക്ടർ, അച്ഛന്റെ ക്യാരക്ടർ നെടുമുടി വേണു ചെയ്ത റോളും, പിന്നെ വിജയരാഘവന്റെ ക്യാരക്ടറും ഈ പടത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. മധുരരാജയുടെ അണിയറ പ്രവർത്തകരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യത്യസ്തമായ അനുഭവങ്ങളുമായി എത്തുന്ന മധുരരാജ എല്ലാ അർത്ഥത്തിലും വിഷുക്കണിയായി മാറുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. അഭിനേതാക്കളായ സലീം കുമാർ, അനുശ്രീ, രമേഷ് പിഷാരടി, ബൈജു ജോൺസൺ, ആക്ഷൻ കൊറിയോഗ്രാഫർ പീറ്റർ ഹെയ്ൻ, നിർമ്മാതാവ് നെൽസൺ, മിഥുൻ രമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈശാഖ് സംവിധാനം ചെയ്ത മധുരരാജ ഏപ്രിൽ 12-നാണ് ലോകത്തെല്ലായിടത്തുമുള്ള തിയേറ്ററുകളിലെത്തുക. ടി ജമാലുദ്ദീൻ, ദുബായ്.